ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിന്റെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും SCRT സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ SCRT സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ, അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് കോശത്തെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടും അനിമൽ സെല്ലിനെ പറ്റിയിട്ടും ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കോശത്തെ പറ്റിയിട്ടും പ്ലാന്റ് സെൽ, അനിമൽ സെല്ലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ ഇവിടെ പറയുന്നത് കോശത്തെ പറ്റിയിട്ടാണ്. കോശം എന്താണ്? നമ്മുടെ ജീവന്റെ അടിസ്ഥാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്, കോശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഉള്ള കാര്യമാണ്. കോശമാണ്. പിന്നീട് കോശങ്ങൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കലകൾ ഉണ്ടാവുന്നത്. പിന്നെ കലകൾ പിന്നീട് അവയവങ്ങൾ, അവയവ വ്യവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണെടാ, കോശമാണ്. ഈ കോശം കണ്ടെത്തിയത് എങ്ങനെയാണ്, ഈ കോശം കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എന്താണ് ചെയ്തത്, ഈ കോർക്കിന്റെ, നമ്മുടെ ഉണങ്ങിയ മരത്തിന്റെ ഒരു കോർക്കിന്റെ കഷ്ണം അദ്ദേഹം തന്നെ സ്വയം നിർമ്മിച്ച ഒരു മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്തു, അദ്ദേഹം അതിനെ നിരീക്ഷിച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം, അദ്ദേഹം തന്നെ സ്വയം നിർമ്മിച്ചൊരു മൈക്രോസ്കോപ്പാണ്. അപ്പൊ അതിന് ഇന്ന് കാണുന്ന മൈക്രോസ്കോപ്പിന്റെ അത്രയും ഇതൊന്നും കാണത്തില്ല. അതിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, ഒരു കോർക്കിന്റെ ഭാഗമാണ്, ഉണങ്ങിയ ഒരു മരത്തിന്റെ ഒരു കോർക്കിന്റെ ഭാഗമാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അത് നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഇങ്ങനെ അടുക്കി വെച്ച, അതായത് നമ്മൾ ഈ തേനീച്ച കൂടിന്റെ അറകൾ പോലെ ഇങ്ങനെ അടുക്കി വെച്ച, എന്താണ്, കുറെ ഇങ്ങനെ അടുക്കി വെച്ച അറകൾ പോലുള്ള ഭാഗങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിനകത്ത് കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. ഓക്കെ, അതാണ് പിന്നീട് സെൽ അല്ലെങ്കിൽ എന്തായിട്ട് മാറിയത്, നമ്മൾ ഇന്ന് കാണുന്ന കോശമായിട്ട് മാറിയത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോശത്തിന് ഇത് കണ്ടെത്തിയ ആളാണ് ആര്, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഇവിടെ ആദ്യം എന്താ പറയുന്നത്, റോബർട്ട് ഹുക്ക്. നോക്കിയാടാ, 17ാം നൂറ്റാണ്ടിന്റെ ഒരു സംഭവമാണിത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷ്ണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് കണ്ടെത്തി, അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ഭാഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കിക്കേടാ, അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ, അവ ഒന്നാണോ അല്ല 1000 ഇങ്ങനെ എന്താണ് അറകൾ പോലുള്ള, തേനീച്ചക്കൂടിന്റെ അറകൾ പോലെ 1000 ഭാഗങ്ങൾ അദ്ദേഹം അതെന്താണ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണ് അല്ലേ. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു, സെല്ലുകൾ. സെല്ല എന്നാണ് വിളിക്കുന്നത്. അത് സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്നുള്ള അർത്ഥം വരുന്ന രീതിക്ക് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ വിളിച്ചു. അപ്പൊ ആദ്യമായിട്ടൊരു കോശത്തിന്റെ ഇത് കണ്ടെത്തിയത് ആരാണെടാ, അതാണ് റോബർട്ട് ഹുക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ്, റോബർട്ട് ഹുക്ക് ആണ് ഇത് കണ്ടെത്തുന്നത്. ഇനി അടുത്ത വേറൊരു ശാസ്ത്രജ്ഞൻ വരുന്നുണ്ട്, അദ്ദേഹമാണ് ലീവൻ ഹോക്ക്. ഓക്കെ, ലീവൻ ഹോക്ക് എന്താണ് കണ്ടെത്തിയത്, അദ്ദേഹം വേറൊന്നും ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, കുളത്തിൽ നിന്നെടുത്ത കുറച്ച് വെള്ളം, ആ വെള്ളം അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചുകൂടെ മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പ്, നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ കയ്യിലുണ്ടായിരുന്ന മൈക്രോസ്കോപ്പ് പോലെയല്ല, ഇത് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അതിനകത്ത് എന്ത് കണ്ടെത്തിയടാ, സൂക്ഷ്മ ജീവികളെ കണ്ടെത്തി. അപ്പോൾ ഒരു ചോദ്യം വരും, ജീവനുള്ള കോശം അല്ലെങ്കിൽ ജീവകോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, ലീവൻ ഹോക്കാണ്. അതായത് ജീവകോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണടാ, ലീവൻ ഹോക്കാണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. കോശത്തിന്റെ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയ റോബർട്ട് ഹുക്ക് ആണെങ്കിലും ജീവകോശം അല്ലെങ്കിൽ ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, ലീവൻ ഹോക്കാണ്. അദ്ദേഹം അത് എങ്ങനെയാണ് കണ്ടെത്തിയത്, കുളത്തിൽ നിന്നെടുത്ത ജലത്തെ എന്ത് ചെയ്തു, കുറച്ചുകൂടെ മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയും അതിനകത്ത് അദ്ദേഹം സൂക്ഷ്മ ജീവികളെ കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ അല്ലേ, മനസ്സിലായാലും, ഈ രണ്ടാൾക്കാരെ മനസ്സിലായാലും, ഇവർ രണ്ടുപേരും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ചോദിച്ചിട്ടുണ്ട്, PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഇവർ രണ്ടുപേരും. ഓക്കെ, നോക്കിക്കേടാ, കോശങ്ങളെ കുറിച്ചുള്ള പഠന ശാഖയാണ് കോശ വിജ്ഞാനിയം, സെൽ ബയോളജി, സൈറ്റോളജി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സെൽ ബയോളജി അല്ലെങ്കിൽ കോശ വിജ്ഞാനിയം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കോശ വിജ്ഞാനിയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2025 റീസെന്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിക്കേടാ, റോബർട്ട് ബ്രൗഡ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം കണ്ടെത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു, കോശ കേന്ദ്രം കണ്ടെത്തി, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓക്കെ, റോബർട്ട് ബ്രൗണിനെ പറ്റി നമ്മൾ നോക്കിയില്ല. റോബർട്ട് ബ്രൗൺ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അദ്ദേഹം കോശ കേന്ദ്രം കണ്ടെത്തി എന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ്. അപ്പം കോശവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്, റോബർട്ട് ബ്രൗൺ ആണ്. നമ്മൾ പഠിച്ചത് റോബർട്ട് ഹുക്കും അതുപോലെ തന്നെ ആരെയുമാണ്, നമ്മൾ ലീവൻ ഹോക്കിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, നമ്മുടെ ഈ ഒരു പ്ലാന്റ് സെൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോശത്തിൽ എന്തുണ്ട്, ഒരു കോശ കേന്ദ്രം, അതായത് ന്യൂക്ലിയസ്, മർമ്മം കണ്ടെത്തിയ ആളാണ് ആര്, റോബർട്ട് ഹുക്ക്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്, മർമ്മം, കോശം കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, റോബർട്ട് ബ്രൗൺ. ആരാണ്, റോബർട്ട് ബ്രൗൺ. അത് നോട്ട്
ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടെത്തിയത്? കോശകേന്ദ്രം കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേടാ, കോശവിജ്ഞാനീയത്തിന്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞ് വേറെ കുറച്ച് ശാസ്ത്രജ്ഞരെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെയൊക്കെ പഠിച്ചു? നിങ്ങൾ റോബർട്ട് ബ്രൗണിനെ പറ്റി പഠിച്ചു, ലീവൻ ഹോക്കിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ റോബർട്ട് ഹുക്കിനെ പറ്റി പഠിച്ചു. 3 ആൾക്കാരെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. നോക്കിയേടാ, മത്യാസ് ജേക്കബ് ഷ്ലീഡൻ. ആരാണ്? മത്യാസ് ജേക്കബ് ഷ്ലീഡൻ. ഷ്ലീഡൻ എന്തിനാണ്? ഷ്ലീഡൻ എന്താ പറഞ്ഞത്? എല്ലാ സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷ്ലീഡൻ. ഓക്കെ, 1838 അത് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എല്ലാ സസ്യങ്ങളുടെയും അദ്ദേഹം എന്താണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു എല്ലാ സസ്യങ്ങളുടെയും ശരീരം എന്താണ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരാളാണ് തിയോഡർ ഷ്വാൻ. ഓക്കെ, ഷ്വാൻ എന്താ പറഞ്ഞത്? 1839 ഷ്വാൻ പറഞ്ഞത് എന്താണ്? എല്ലാ ജന്തുക്കളുടെയും ശരീരം എന്താണ് കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് ആര് പറഞ്ഞത്? ഷ്വാൻ പറഞ്ഞു. അപ്പൊ എന്താണ്? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഷ്ലീഡൻ എന്താണ്? സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ്. ഷ്വാൻ എന്ന് പറയുന്നത് ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഓരോ നമ്മൾ ഹുക്കും ലീവൻ ഹോക്കും ഷ്ലീഡനും ഷ്വാനും ഒക്കെ ഇവരെല്ലാവരും ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയെങ്കിലും ഇവരാരും എങ്ങനെയാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇവരെല്ലാവരും ഇങ്ങനെ ഓരോ സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പുതിയ കോശങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആരും പറഞ്ഞില്ല. അതിനൊരു ഉത്തരവുമായിട്ട് വന്ന വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. ആരാണടാ? റുഡോൾഫ് വിർഷോ. ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ ഒരു കോശം ഉണ്ടെന്ന് വെച്ചോ, ഈ കോശത്തിന് വിഭജനം സംഭവിച്ച് എന്ത് സംഭവിക്കുന്നു? ഇതിന് വിഭജനം സംഭവിച്ച് 2 കോശമാവുന്നു, പിന്നീട് ഇതിന് വിഭജനം സംഭവിച്ച് അങ്ങനെ നിലവിലുള്ള കോശങ്ങൾക്ക് വിഭജനം സംഭവിച്ചാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഈ 3 ആൾക്കാരും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ഒരുപാട് ശാസ്ത്രജ്ഞരെ നമ്മളിപ്പോൾ കണ്ടു അല്ലേ, അവരുടെ ഒരുപാട് നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു, അവരെന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ എന്താണ് എല്ലാവരുടെ നിഗമനങ്ങളും കൂടെ ചേർത്ത് ഒരു സിദ്ധാന്തം രൂപീകരിച്ചു. ആ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. എന്താണെടാ? ആ സിദ്ധാന്തത്തിന്റെ പേരാണ് കോശ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ എന്താണ് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് സസ്യങ്ങളുടെ ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, സൂക്ഷ്മ ജീവികൾക്ക് കോശം, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ് അവരൊരു നിഗമനത്തിൽ എന്താണ് എല്ലാ ജീവജാലങ്ങളും എന്താണ് ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികളും ഉണ്ട് അല്ലെ. അപ്പം ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് ആണ് എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നത്, അവയുടെ ശരീരം എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യം കോശ സിദ്ധാന്തം പറയുന്നത്. രണ്ടാമത് പറയുന്നത് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെ? അത് ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ്. കോശമാണ് ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കലകളും അവയവങ്ങളും അവയവ വ്യവസ്ഥയൊക്കെ പിന്നീട് വരുന്നത്. ഓക്കെ, നോക്കിക്കേടാ, മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അത് ആര് പറഞ്ഞതാണ്? ആര് ആഡ് ചെയ്തതാണ്? റുഡോൾഫ് വിർഷോ ആണ് പറഞ്ഞത്. അപ്പൊ ഈ കോശ സിദ്ധാന്തം രൂപീകരിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണ്? അത് നമ്മുടെ മത്യാസ് ജേക്കബ് ഷ്ലീഡനും അതുപോലെ ഷ്വാനും, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കോശ സിദ്ധാന്തം എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. പക്ഷെ അവസാനം ഒരു പോയിന്റ് ആഡ് ചെയ്തു. ആര്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരു പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് അതിനെ കുറച്ചും കൂടെ പരിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അതിന്റെ ഉത്തരമാണ് ആര്? റുഡോൾഫ് വിർഷോ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്, അതിനെ പരിഷ്കരിച്ചത്. ഓക്കെ അല്ലേ? നോക്കിക്കേടാ, മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു പോയിന്റ് ആഡ് ചെയ്ത് എന്ത് ചെയ്തു, കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി നോക്കാം നമുക്ക് എന്താണ് ഈ കോശങ്ങളെ നിരീക്ഷിക്കാം. നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് ഈ കോശങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റുമോ? സൂക്ഷ്മജീവികളെയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കോശങ്ങളായിരുന്നാലും സസ്യങ്ങളുടെ ശരീരത്തിലുള്ള കോശങ്ങളായിരുന്നാലും ഇതൊക്കെ നിരീക്ഷിക്കാനായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ആരുടെ സഹായം തേടും? മൈക്രോസ്കോപ്പുകളുടെ സഹായം തേടും അല്ലെ. നോക്കിക്കേ, സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് ആരാണ്? അതിലുള്ള ലെൻസ് ആണ്. നമ്മൾ മൈക്രോസ്കോപ്പുകളിൽ ലെൻസ് ഉണ്ട് അല്ലെ. ആ ലെൻസ് ആണ് നമുക്ക് വസ്തുക്കളെ എന്ത് ചെയ്യാൻ വലുതാക്കി നമുക്ക് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നോക്കിക്കേ, മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ മതിയായ പ്രകാശത്തിൽ അല്ലെ, ആവശ്യമായിട്ടുള്ള പ്രകാശത്തിൽ നമ്മുടെ ഒരു മനുഷ്യ നേത്രത്തിന് എന്തിനുള്ള കഴിവുണ്ട്? 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള
രണ്ട് ബിന്ദുക്കളെ എന്ത് ചെയ്യും അവരെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണിന് ഉണ്ട്. നോക്കിക്കേ, ഇതിന് നമ്മൾ എന്ത് പറയും? കണ്ണിന്റെ റെസൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. എന്താണ് കണ്ണിന്റെ റെസൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇനി നോക്കിക്കേ, 0.2 മില്ലിമീറ്ററിനേക്കാൾ 0.2 മില്ലിമീറ്ററിനേക്കാൾ അതിലും കുറവായിട്ട് അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെൻസിന്റെ ആവശ്യകത അവിടെ അപ്പോഴാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണിന് എന്തിനുള്ള കഴിവുണ്ട്? മതിയായിട്ടുള്ള ഒരു പ്രകാശത്തിൽ 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും. പക്ഷെ 0.2 മില്ലിമീറ്ററിനോ അതിലും കുറഞ്ഞ അകലങ്ങളിലുള്ള വസ്തുക്കളെ കാണണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യകത വരും? നമുക്ക് ലെൻസിന്റെ ആവശ്യകത വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊക്കെ മൈക്രോസ്കോപ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ സിമ്പിൾ മൈക്രോസ്കോപ്സും ഉണ്ട് അല്ലെ. നോക്കിക്കേടാ, ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എങ്ങനെയായിരിക്കും? ഒരൊറ്റ ലെൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യൂസ് ചെയ്യത്തുള്ളൂ. അതിൽ എങ്ങനെയായിരിക്കും? ഏകദേശം 10 മടങ്ങ് വരെ വലിപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണാനായിട്ട് പറ്റും. 10 മടങ്ങാണ്. ഓക്കെ, എന്നാൽ ഒന്നിലധികം ലെൻസ് യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്? ഒന്നിലധികം നോക്കിക്കോ, ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, 1000 മടങ്ങ് വരെ വലിപ്പം. സിമ്പിൾ മൈക്രോസ്കോപ്പിനെക്കാട്ടിയും കുറച്ചുകൂടി ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. ഒരൊറ്റ ലെൻസ് മാത്രമേ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ലെൻസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി മാഗ്നിഫിക്കേഷൻ പവർ എന്താണെന്ന് നോക്കാം. ആവർത്തന ശേഷിയാണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ പവർ, അല്ലെങ്കിൽ മലയാളത്തിൽ ആവർത്തന ശേഷി എന്ന് നമ്മൾ പറയും. ഓക്കെ, നിരീക്ഷിക്കുന്ന വസ്തുവിന്റെ ഐ പീസ് എന്താണ്? 10 ഇരട്ടി വലുതാക്കുകയും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എത്രയാണ്? 40 ഇരട്ടി വലുതാക്കുകയും ചെയ്തെങ്കിൽ ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എത്രയാണ്? 400 ഇരട്ടി ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത നോക്കിക്കേ, സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങ് വസ്തുക്കളെ വലിപ്പം കാണിക്കാൻ പറ്റുന്ന വേറൊരു മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പറ്റി പറഞ്ഞു, പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റി പറഞ്ഞു. അടുത്ത് പറയുന്ന ആളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആരാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെന്താണ്? ദശലക്ഷം മടങ്ങിലധികം, നോട്ട് ചെയ്യേണ്ടതാണ്, ദശലക്ഷം മടങ്ങിലധികം എന്താണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുണ്ട്. നമുക്കിപ്പോൾ കോശങ്ങളെ നിരീക്ഷിക്കാനും വൈറസുകൾ, ഇപ്പൊ DNA ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പുകളുടെ സഹായം നമ്മൾ തേടേണ്ടതായിട്ട് വരും. നോക്കിക്കേട്ടാ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ്? പ്രകാശം. സാധാരണ മൈക്രോസ്കോപ്പിൽ പോലെ പ്രകാശത്തിന് പകരം ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? കിരണാവലിയാണ്. അതായത് ഇലക്ട്രോൺ ബീമുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് നമ്മുടെ ചുറ്റിനും ഉണ്ട്. എന്താണ്? അപ്പോൾ ഇലക്ട്രോൺ ബീമുകളാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അവിടെ എന്താണ്? മറ്റ് മൈക്രോസ്കോപ്പിൽ നിന്നും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളെ വേർതിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ബീമുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാണ് കണ്ടെത്തിയത്? ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാണ് കണ്ടെത്തിയത്? ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക് അതുപോലെ തന്നെ മാക്സ് നോൾ, ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്ത് കണ്ടെത്തിയത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. എപ്പോഴാണ്? 1934 എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. ഇവർ രണ്ടുപേരും ചേർന്ന് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്നും വിഭിന്നമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്? ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായി ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺ മാഗ്നറ്റുകൾ യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഓരോ സമയവും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ആരാണ് കണ്ടുപിടിച്ചത്? എന്താണ്? 1934 കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് SCERT ടെക്സ്റ്റ് ബുക്സിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് പ്ലാന്റ് സെല്ലിനെയും അനിമൽ സെല്ലിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ചൊരു ഡീപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതൊരു പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, ഇതെന്താണ്? പ്ലാന്റ് സെല്ലാണ്. ഈ പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ്? നമുക്കറിയാം നമ്മുടെ ജന്തുകോശങ്ങളിൽ നിന്നും എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് പ്ലാന്റ് സെല്ലിൽ ഒരാളുണ്ട്. അതാരാണ്? സെൽ വാൾ ഉണ്ട് അല്ലെ, ഒരു കോശഭിത്തി ഉണ്ട്. ഈ കോശഭിത്തി നമുക്ക് എവിടെ മാത്രമേ കാണാൻ സാധിക്കൂ? നമ്മുടെ ഈ സസ്യകോശങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നമുക്ക് എന്താണ്? അനിമൽ സെല്ലിൽ കോശഭിത്തി കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കോശഭിത്തി ഉണ്ട്, പിന്നെ ഒരു കോശസ്തരം ഉണ്ടല്ലോ. കോശഭിത്തി കഴിഞ്ഞ് എന്താണ്? ഒരു പാളിയുണ്ട്. ആ പാളിയാണ് എന്ത്? കോശസ്തരം. ഒരു കോശസ്തരമുണ്ട്. കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ, പ്ലാസ്മ സ്തരം എന്നൊക്കെ നമ്മൾ പറയും. ഒരു കോശസ്തരമുണ്ട്. പിന്നെ എന്താണ്? ഇതിനകത്തൊരു മാനേജർ ഉണ്ട്.
മാനേജർ ഉണ്ട്. ആ മാനേജറാണ് ആര്? ന്യൂക്ലിയസ് അല്ലെ, ഒരു നിയന്ത്രണ കേന്ദ്രമുണ്ട്, അതാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇതിനകത്ത് എന്തുണ്ട്? കുറെ അംഗങ്ങളുണ്ട് അല്ലേ, ഈ കോശത്തിനകത്ത് കുറെ അംഗങ്ങൾ, കോശാംഗങ്ങളുണ്ട്. റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ പോലുള്ള കുറെ അംഗങ്ങളുണ്ട്. പിന്നെ നമുക്ക് സസ്യകോശങ്ങളിൽ ആരെയൊക്കെ? ഫേനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം അല്ലെ, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഹരിതകണം പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവർ ഓരോരുത്തരായിട്ട് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് എന്താണ്, നമുക്കിവിടെ ആരെയൊക്കെ കാണാൻ സാധിക്കും? സെൽ വോൾ ഉണ്ട് അല്ലേ, ഒരു സെൽ വോൾ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണ്, നമുക്കൊരു സെൽ വോൾ ഉണ്ട്, ഒരു കോശ ഭിത്തി ഉണ്ട്. അത് നമുക്ക് എന്താണ് ജന്തുകോശങ്ങളിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു കോശ ഭിത്തി ഉണ്ട്. പിന്നെ എന്താണ്, സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, ഒരു സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ എന്താണ്, സെൽ മെംബ്രെയിൻ ഉണ്ട്. എന്താണ് സെൽ മെംബ്രെയിൻ? ഞാൻ പറഞ്ഞ കണക്ക് എന്താണ്, കോശ സ്തരമുണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ഒരു അതിനകത്ത് ആരുണ്ട്? ഒരു മാനേജർ ഉണ്ട്, ഒരു നിയന്ത്രണ കേന്ദ്രമുണ്ട്. അദ്ദേഹമാണ് ആര്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ എന്താണ്, ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആളാണ് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞ റോബർട്ട് ബ്രൗൺ അല്ലേ. ഇനി പിന്നെ ആരുണ്ട്? മൈറ്റോകോൺട്രിയ. നമുക്ക് അതിനകത്ത് ഒരുപാട് കോശ അംഗങ്ങളുണ്ട്. അതിൽ ഒരാളാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? വാക്യൂൾ ഉണ്ട് അല്ലെ, ഫേനം എന്ന് നമ്മൾ പറയും, വാക്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി ബോഡി, ഗോൾഗി അപ്പാരറ്റസ് അല്ലെ. പിന്നെ ആരുണ്ട്? ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത്രയും ആൾക്കാരാണ് എവിടെയുള്ള നമുക്ക് സസ്യകോശങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവർ ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം തന്നെ കോശഭിത്തി. ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്, കോശഭിത്തി നമുക്ക് എവിടെ മാത്രമേ കാണാൻ സാധിക്കൂ? സസ്യകോശങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഇതെന്താണ്? കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത്? കോശഭിത്തി എന്ന് പറഞ്ഞ കാഠിന്യമുള്ള പാളിയാണ്. എന്താണ് ഇത്? എന്തിനായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തിനാണ് മതിൽ പണിയുന്നത്? ഒരു ഭിത്തി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയുന്നത്? നമുക്കൊരു സംരക്ഷണം നൽകാൻ വേണ്ടിയില്ല. അത് മാത്രമല്ല, ഒരു വീടിന് ഒരു ആകൃതിയൊക്കെ നൽകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ കോശഭിത്തി എന്ത് തന്നെയാണ് ചെയ്യുന്നത്? അതിനൊരു സംരക്ഷണം, ആ കോശത്തിനൊരു സംരക്ഷണം കൊടുക്കുന്നു. മാത്രമല്ല എന്താണ്, അതിനൊരു ആകൃതിയും നൽകുന്നു. അപ്പം എന്താണ്? സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഇനി സസ്യങ്ങളുടെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ മതിൽ എടുക്കുകയാണെങ്കിൽ ആ മതിൽ എന്തൊക്കെ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? ഇഷ്ടികയും സിമന്റും ഒക്കെ യൂസ് ചെയ്തായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എന്താണ് ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കാണും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം, ആ പദാർത്ഥമാണ് എന്ത്? സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സസ്യഭിത്തി കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തതാണ് കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കോശഭിത്തി കഴിഞ്ഞ് പിന്നെ എന്താണ്, ഒരു പാളിയും കൂടെ ഉണ്ട്, അതാണ് കോശസ്തരം എന്ന് പറയുന്നത്. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴുവഴുപ്പുള്ളതുമായിട്ടുള്ള വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പാളിയാണ് എന്ത്? കോശസ്തരം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ അല്ലെ, പുറത്തുനിന്ന് പദാർത്ഥങ്ങൾ അകത്തേക്ക്, കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതായിരുന്നാലും ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതായിരുന്നാലും ഏതിലൂടെയാണ്? നമ്മുടെ ഈ കോശസ്തരത്തിനുള്ളിലൂടെയാണ്. ഇനി ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിയെ പോലെയാണ്. എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യില്ല? അകത്തേക്ക് കയറ്റി വിടില്ല. കോശസ്തരം എന്ത് ചെയ്യില്ല? എല്ലാ ആൾക്കാരെയും അകത്തേക്ക് കയറ്റി വിടില്ല. ചിലരെ സെലക്ട് ചെയ്ത് എന്താണ് ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? പ്ലാസ്മ സ്തരം, അല്ലെങ്കിൽ എന്താണ് വർണ്ണതാര്യ സ്തരം, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെമ്പർ, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പർ എന്നൊരു പേരും കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു കോശസ്തരം എല്ലാ ആൾക്കാരെയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കോശഭിത്തി എന്താണ്? സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ കൊണ്ടിട്ടാണ് കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കോശസ്തരത്തെ നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രോട്ടീൻ തന്മാത്രകളും അതുപോലെ തന്നെ ലിപ്പിഡിന്റെ ഇരട്ടപ്പാളി പറയാൻ കാരണം ഇവിടെ ഒരു പാളിയുണ്ട്, അതിനൊപ്പം തന്നെ തിരിഞ്ഞിങ്ങോട്ടും ഇവിടെ ഒരു പാളിയുണ്ട്. അതുകൊണ്ട് ഇരട്ടപ്പാളി എന്ന് പറയുന്നത് ലിപ്പിഡിന്റെ ഇരട്ടപ്പാളി. പിന്നെ പ്രോട്ടീൻ തന്മാത്രകൾ, പ്രോട്ടീനും ലിപ്പിഡും ചേർന്നിട്ടാണ് കോശസ്തരത്തിന്റെ ആ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ജീവദ്രവ്യം, അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു നിങ്ങളെ മനസ്സിലേക്ക് ആ ഒരു പിക്ചർ വരിക, അതിനകത്ത് മർമ്മവും പിന്നെ കോശദ്രവ്യമില്ല. കോശദ്രവ്യത്തിനകത്താണ് നമ്മുടെ കോശാംഗങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ അതിനകത്തുള്ള കോശസ്തരത്തിനകത്തുള്ള എല്ലാ ഘടകങ്ങളും ചേർന്ന് നമ്മൾ പറയുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ മർമ്മവും എന്താണ് കോശദ്രവ്യം ഉൾപ്പെടെ എല്ലാ ആൾക്കാരെയും ചേർന്ന് നമ്മൾ പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്താണ്?
നമ്മുടെ ആ ഒരു കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ആ ജെല്ലി പോലുള്ള ദ്രാവകത്തെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് എല്ലാ കോശാംഗങ്ങളെയും അവരവരുടെ സ്ഥാനത്ത് നിർത്തുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന അതുപോലെ രാസപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഈ കോശദ്രവ്യത്തിലൂടെയാണ്. ഓക്കെ, അതിനകത്ത് എന്താണ് മർമ്മമൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് കോശദ്രവ്യം. ഓക്കെ അല്ലേ? അടുത്ത് ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം കോശാംഗങ്ങൾ. ഞാൻ പറഞ്ഞു ഇനി എന്താണ് നമ്മുടെ കോശദ്രവ്യത്തിനകത്ത് ഒരുപാട് കോശാംഗങ്ങൾ കിടപ്പുണ്ട് അല്ലേ, കുറെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അവർ ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ആര്? ഈ പറയുന്ന കോശാംഗങ്ങൾ. ഇനി അതിൽ ആദ്യം ന്യൂക്ലിയസിന് നമുക്കൊരു കോശാംഗമായിട്ട് പറയാം, പക്ഷെ എന്താണ് മാനേജർ ആണ് അല്ലെ, ഒരു നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഇനി മർമ്മത്തിനുള്ളിൽ ഇനി മർമ്മത്തിന് ഒരു ഘടനയുണ്ടല്ലേ, ഈ മർമ്മത്തിനകത്ത് എന്തുണ്ട്? ദ്രാവകമുണ്ട്. അതിനകത്താണ് ന്യൂക്ലിയോലിസും എന്താണ് ക്രൊമാറ്റിൻ ജാലികയൊക്കെ വരുന്നത്. ഇനി മർമ്മത്തിനുള്ള ദ്രാവകത്തിൽ വലക്കണ്ണികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ ഒരു വല പോലെ വലക്കണ്ണികൾ പോലെ കാണുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. ഓക്കെ, അപ്പൊ ആ ഒരു മർമ്മത്തിനകത്ത് എന്താണ്? ദ്രാവകത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന കോശ വിഭജനം നടക്കുന്നുവല്ലേ, ഈ കോശ വിഭജന സമയത്ത് ഈ പറയുന്ന ക്രൊമാറ്റിൻ ജാലികയാണ് ഇത് മാറിയിട്ടാണ് പിന്നീട് എന്താണ് ക്രോമസോമുകളൊക്കെ ഉണ്ടായിട്ട് വരുന്നത്. ഇനി നമ്മൾ മർമ്മത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരെ നമുക്ക് കാണാനായിട്ട് പറ്റും? ഈ മർമ്മകം അല്ലെ, മർമ്മകം എന്ന് പറയുന്ന ഒരാളും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വേറെ ആൾക്കാരുണ്ട്, പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, ആരൊക്കെയാണ്? ക്രൊമാറ്റിൻ ജാലികയും മർമ്മകവുമാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ. അപ്പൊ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി ബോഡീസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതെന്താണ് ചെയ്യുന്നത്? ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപ്പാളികൾ പോലെ കാണുന്ന കോശാംഗങ്ങൾ ആണിവ. എന്താണ്? ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപ്പാളികൾ പോലെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ ഉണ്ടാവും പാളികൾ പോലെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അടുക്കി വെച്ച സ്തരപ്പാളികൾ പോലെ കാണുന്ന കോശാംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പുറത്തേക്കും അയക്കുന്ന ആൾക്കാരാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീനുകളും ലിപ്പിഡുകളും എന്ത് ചെയ്തു? സ്തരസഞ്ചികൾ പൊതിഞ്ഞ് എന്ത് ചെയ്യുന്നു? കോശത്തിനകത്തേക്കും അതുപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും ഒക്കെ എന്താണ് അയക്കുന്ന ആളാണ് ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ആളെ നോക്കാം. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ് ചെയ്യുന്നത്? കോശത്തിനുള്ളിൽ എന്താണ് കുഴലുകൾ പോലെ കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. എന്താണ്? കുഴലുകൾ അല്ലെ, കുഴലുകളുടെ ശൃംഖല. നിങ്ങൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴലുകളുടെ ശൃംഖല പോലെ കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. എന്തൊക്കെയാണ്? കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ആര് സഹായിക്കുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത മൈറ്റോകോൺട്രിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈറ്റോകോൺട്രിയ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? പവർ ഹൗസ് എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് എനർജി ഹൗസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇനി കോശത്തിന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രം പവർ ഹൗസ് ആണ് അല്ലെങ്കിൽ ഊർജ്ജ നിലയമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജ്ജത്തെ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. അതായത് നമ്മൾ കഴിക്കില്ല, ആഹാരം കഴിക്കുമ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസിന്റെ ഇത് വരും അല്ലെ. അപ്പൊ ആ ഗ്ലൂക്കോസ് പ്ലസ് എന്താണ്? ഓക്സീകരണ ഫലമായി ഓക്സിജൻ ചേരുമ്പോൾ എന്താണ്? ATP ഫോമിൽ എന്ത് ചെയ്തു? ATP ഫോമുകളിൽ നമ്മൾ മൈറ്റോകോൺട്രിയ എനർജിയെ സൂക്ഷിച്ചു വെക്കുന്ന എന്താണ്? ATP ഫോം ഇല്ലേ? ATP ഫോമുകളിലാണ് മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യുന്നത്? എനർജി എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആവശ്യാനുസരണം അതിനെ വിതരണം ചെയ്യുന്നു അല്ലെ. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എന്നിട്ട് ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു? അത് വിതരണം ചെയ്യുന്നു. 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ആര് ചെയ്യുന്നതാണ്? മൈറ്റോകോൺട്രിയ ചെയ്യുന്നതാണ്. ഇനി ജൈവ കണങ്ങൾ. നമ്മൾ ഈ ഒരു പ്ലാന്റ് സെല്ലിനകത്ത് നമ്മൾ കണ്ട വേറൊരാളാണ് എന്താണ്? നമ്മൾ ആരെ കണ്ടു? ക്ലോറോപ്ലാസ്റ്റിനെ കണ്ടു അല്ലെ. നമ്മൾ എന്താണ്? ഹരിത കണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു നോക്കാം. ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് നോക്കി നോക്കാം. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ കണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വിവിധ തരത്തിലുള്ള ജൈവ കണങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഹരിത കണങ്ങളുണ്ട്,
വർണ്ണകണങ്ങൾ അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്. ഹരിതകണങ്ങൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. വർണ്ണകണങ്ങൾ അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ്, ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഹരിതകണങ്ങൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്, നമുക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ്. ഇലകളിലും നമ്മുടെ ഈ സസ്യങ്ങളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ കാണുന്ന പച്ച നിറത്തിലുള്ള ജൈവകണമാണ് എന്ത്, ഹരിതകണങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതിനകത്ത് ഹരിതകണം അല്ലെങ്കിൽ എന്താണ്, ക്ലോറോഫിൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. നമുക്കറിയാം സസ്യങ്ങൾക്കുള്ള ഒരു കഴിവാണ് എന്ത്, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടല്ലേ. അപ്പൊ അതിന് സഹായിക്കുന്ന ആളാണ് ആര്, ഹരിതകണങ്ങൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വർണ്ണകണങ്ങളുണ്ട്, പേരിൽ തന്നെയുണ്ട് നിറങ്ങളല്ലേ, വർണ്ണകണങ്ങളാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയും. പഴങ്ങൾക്കും പൂക്കൾക്കും അല്ലെ, പഴങ്ങളിലും പൂക്കളിലും ഒക്കെ കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകളങ്ങളാണ് ആരെന്ന് പറയുന്നത്, ഈ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനാ സഹായിക്കുന്നത്, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന, ഈ പഴങ്ങൾക്കും പൂക്കൾക്കും ഒക്കെ എന്താണ് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് ഇങ്ങനെയുള്ള നിറങ്ങൾ, ആന്തോസയാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്താണ് ഓരോ ഇതിനും എന്ത് ചെയ്യുന്നു, ഓരോരോ നിറങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ് വർണ്ണകണങ്ങൾ എന്ന് പറയുന്നത്. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും എന്താണ് ജീവികളെ എന്ത് ചെയ്യുന്നു, നിറങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ജീവികളെ ആകർഷിക്കുന്നുണ്ട് അല്ലേ. അതെ, അടുത്ത ശ്വേതകണങ്ങളുണ്ട്. ശ്വേതകണങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിറമൊന്നുമില്ല. ഹരിതകണങ്ങളെയും വർണ്ണകണങ്ങളെയും പോലെ ആർക്ക് നിറമൊന്നുമില്ല, ശ്വേതകണങ്ങൾക്ക് അങ്ങനെ നിറമൊന്നുമില്ല. ല്യൂക്കോപ്ലാസ്റ്റ് എന്നാണ് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്, വിത്തുകളിലും വേരുകളിലും തണ്ടുകളിലും ഒക്കെ കാണപ്പെടുന്നതാണ് എന്ത്, ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, വെളുത്തതോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. പിന്നെന്താണ്, അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്ന ആൾക്കാരാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ അന്നജം, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഇതൊക്കെ എന്താണ്, അന്നജവും പ്രോട്ടീനും എണ്ണയൊക്കെ സംഭരിച്ചു വെക്കുന്ന ആൾക്കാരാണ് ആര്, ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് എന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്, 2023 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. അടുത്ത കോശാംഗമാണ് ഫേനം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വാക്യൂൾ എന്ന് പറയും. ഫേനം അല്ലെങ്കിൽ എന്താണ്, വാക്യൂൾ എന്ന് പറയും. ഇദ്ദേഹത്തെ നമുക്ക് എന്ത് ഒരു സ്റ്റോർ റൂം ആയിട്ട് കണക്കാക്കാം, എന്താണ് സ്റ്റോർ ഹൗസ് ആയിട്ടൊക്കെ കണക്കാക്കാം. എങ്ങനെയാണ്, ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോശത്തിനകത്ത് എന്താണ്, ജലമൊക്കെ സംഭരിച്ചു വെക്കുന്നു. പിന്നെ മാത്രം എന്താണ്, പോഷകങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്നു. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടിടും അല്ലേ. അപ്പൊ ആ മാലിന്യങ്ങളൊക്കെ, കോശത്തിനകത്തുള്ള മാലിന്യങ്ങളൊക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം കൂടിയാണ് ഫേനം എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ പൊതുവെ എന്താണ്, വലിയ ഫേനങ്ങളാണ് കാണപ്പെടുന്നത്. എന്താണ്, വലിയ ഫേനമാണ് സസ്യകോശങ്ങളിലുള്ളത്. എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്, നമ്മുടെ ജലം, പോഷകങ്ങൾ, അതുപോലെ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്ന സ്ഥലമാണ് എന്ത്, ഫേനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈബോസോം ഉണ്ട്. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്നൊക്കെ കാണപ്പെടുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കാം, എന്താണ് നമ്മുടെ ആ ഒരു കോശത്തിനുള്ളിൽ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്, റൈബോസോം ആണ്. ഓക്കെ, പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കോശത്തിന്റെ ഊർജ്ജ കേന്ദ്രം. എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലെ. കോശത്തിന്റെ ഊർജ്ജ കേന്ദ്രം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ചോദിച്ചിരിക്കുകയാണ്. ന്യൂക്ലിയസ് ആണോ, റൈബോസോം ആണോ, ഗോൾഗി അപ്പാരറ്റസ് ആണോ, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്, ഏതാണ്? ഓക്കെ, ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോം ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. നമ്മൾ ചോദിച്ചിരിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണല്ലേ, ഊർജ്ജ കേന്ദ്രം. അപ്പൊ തന്നെ നമുക്കറിയാം ആരാണ്, മൈറ്റോകോൺട്രിയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ എന്താണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേടാ, നമ്മൾ നേരെ എന്താണ്, നമ്മൾ സസ്യകോശങ്ങളെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ സസ്യകലകളെ പറ്റി പഠിക്കാൻ പോവാണ്. എന്താണ് ഈ കലകൾ എന്ന് പറയുന്നത്? ഒരേ ആകൃതിയിലുള്ള സമാനമായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നതും ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടവയായിട്ടുള്ള ഒരു കൂട്ടം കോശങ്ങളുടെ അല്ലെ, ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്, ഒരേ ആകൃതിയിലായിരിക്കും അല്ലെ, ഒരേ ആകൃതിയിലായിരിക്കും, ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം കോശങ്ങളുടെ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. ഇനി സസ്യകോശങ്ങളിൽ സസ്യകലകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തൊക്കെയാണ്? കോളൻ കൈമ, പാരൻ കൈമ, അതുപോലെ തന്നെ സ്ക്ലീറൻ കൈമ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരേ ഇതാണല്ലേ ഈ പറയുന്ന കോളൻ കൈമ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം
ഒരു രൂപമാണ്. അതേസമയം പാരൻകൈമ എന്താണ്, അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. സ്ക്ലീറൻ കൈമയും അതുപോലെ തന്നെയാണ്. അവരുടെ ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്ന ധർമ്മത്തിൽ എന്തുണ്ടായിരിക്കാം, അതുപോലെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സസ്യകലകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നോക്കിക്കേ, സമാനമായിട്ടുള്ള കോശങ്ങളുടെ സമൂഹത്തെ നമ്മൾ എന്ത് പറയുന്നു, കോശജാലം അല്ലെങ്കിൽ എന്താണ്, കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ പാരൻകൈമയാണ്. നോക്കിക്കേ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാരൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂസിനകത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, ജീവനുള്ള കോശങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ്, കനം കുറഞ്ഞ കോശഭിത്തി. ഈ കോശങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇതിനകത്തുള്ള കോശങ്ങളുടെ പ്രത്യേകത എന്താണ്, കനം കുറഞ്ഞ കോശഭിത്തിയാണ് ഇവ. അപ്പൊ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു, കനം കുറഞ്ഞ കോശഭിത്തിയാണുള്ളത്. ഇനി എന്താണ്, കോശാന്തര സ്ഥലങ്ങൾ എന്താണ് കാണപ്പെടുന്നു. ഇനി എന്താണ്, പ്രകാശ സംശ്ലേഷണം, ആകാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു പാരൻകൈമ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നുണ്ട്. മാത്രവുമല്ല ആഹാര സംഭരണം അതുപോലെയുള്ള ധർമ്മങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്, പാരൻകൈമ ചെയ്യുന്നുണ്ട്. ഇനി ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഇതിനകത്ത് എല്ലാ കോശങ്ങൾക്കും എന്തില്ല, വിഭജിക്കാനുള്ള കഴിവില്ല. എന്നാൽ ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്, വിഭജിക്കാനുള്ള കഴിവുണ്ട്. പാരൻകൈമ എന്ന് പറയുന്ന സസ്യകലയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണുള്ള, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കനം കുറഞ്ഞ കോശഭിത്തിയാണെന്ന് പറഞ്ഞു. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു പറഞ്ഞു. പിന്നെ ഫോട്ടോസിന്തസിസിനും അതുപോലെ ആഹാരം സംഭരിച്ചു വെക്കാനൊക്കെ ആര് സഹായിക്കുന്നു, പാരൻകൈമ സഹായിക്കുന്നു. ഇനി മറ്റൊരു ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, കോളൻ കൈമ എന്ന് പറയുന്നത്. ആരാണ്, കോളൻ കൈമ. കോളൻ കൈമ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെയും ജീവനുള്ള കോശങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താണ്, സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ എന്താണ് നിർമ്മിതമായ കോശഭിത്തിയാണ് ആർക്കുള്ളത്, ഈ പറയുന്ന കോളൻ കൈമയിലുള്ള കോശങ്ങൾക്കുള്ളത്. എങ്ങനെയാണ്, സെല്ലുലോസും അതുപോലെ തന്നെ പെക്റ്റിനും. ഒരാളും കൂടെ ഉണ്ട്, സെല്ലുലോസും പെക്റ്റിനും. സെല്ലുലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. സെല്ലുലോസും പെക്റ്റിൻ പോലുള്ള പദാർത്ഥങ്ങൾ നിർമ്മിതമായ കോശഭിത്തിയുള്ള ആളാണ് ആര്, കോളൻ കൈമയിലുള്ള ആ ഒരു കോശങ്ങളുടെ പ്രത്യേകത. ഇനി കോശഭിത്തിയുടെ ചില ഭാഗങ്ങൾ കട്ടി കൂടുതലായിരിക്കും, ചില ഭാഗങ്ങളിൽ എന്തായിരിക്കും, കട്ടി കൂടുതലായിരിക്കും അല്ലെ, കട്ടി കൂടുതലായിരിക്കും. മാത്രമല്ല സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്, ഈ പറയുന്ന കോളൻ കൈമയാണ്. എന്താണ്, അത് സസ്യങ്ങൾക്കൊരു ആകൃതി കൊടുക്കുന്നത് ആരാണ്, സസ്യങ്ങളിലുള്ള പാർട്സിനൊക്കെ ഓരോ ആകൃതി കൊടുക്കുന്നത് അല്ലെ, ആകൃതി നൽകുന്നത് ആരാണ്, കോളൻ കൈമയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് കനം കുറഞ്ഞ കോശഭിത്തി എന്നാണ്. പക്ഷെ ഇവിടുത്തെ കോശഭിത്തിയിൽ എങ്ങനെയാണ്, ചില ഭാഗങ്ങളിൽ എന്തായിരിക്കും, കട്ടി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം, സ്ക്ലീറൻ കൈമ. അടുത്ത ആളാരാണ്, സ്ക്ലീറൻ കൈമയാണ്. നോക്കിക്കേ, നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കല. നമ്മൾ നേരത്തെ അവിടെയൊക്കെ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ്, നിർജീവമായ കോശങ്ങളാണുള്ളത്. അവിടെ അതാണ് നോട്ട് ചെയ്യേണ്ടത്. നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ് എന്ത്, സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. കട്ടി കൂടിയ കോശഭിത്തിയാണ് ആർക്ക്, എല്ലാ പാർട്സിലും അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ എന്താണ്, കട്ടി കൂടിയ കോശഭിത്തിയാണ് ആർക്കുള്ളത്, സ്ക്ലീറൻ കൈമയ്ക്കുള്ളത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും എന്താണ്, ഒരുപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും ഒക്കെ നൽകുന്നത് ആരാണ്, സ്ക്ലീറൻ കൈമയാണ്. എല്ലാ ഭാഗത്തും എന്താണ്, കട്ടിയുണ്ട് അല്ലേ. നമ്മുടെ കോളൻ കൈമയെ പോലെയല്ല, എന്താണ്, എല്ലാ ഭാഗത്തും കട്ടിയുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ സസ്യങ്ങൾക്ക് ഒരു ദൃഢതയും അതുപോലെ ഒരു താങ്ങും ഒക്കെ നൽകുന്നത് ആരാണ്, സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകൾ ലളിത കലകൾ അല്ലെങ്കിൽ സിമ്പിൾ ടിഷ്യൂസ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി നമ്മൾ സ്ക്ലീറൻ കൈമ, കോളൻ കൈമയൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് സൈലോവും എന്താണ്, ഫ്ലോയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, നമ്മുടെ ആ ഒരു അല്ലെ തണ്ടിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നതാണ്, കുടലുകൾ പോലെ നമ്മൾ കാണുന്നതാണ് സൈലോവും ഫ്ലോയും ഒക്കെ. ഇവർ രണ്ടുപേരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കി നോക്കാം. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലോവും ഫ്ലോയും. എന്താണ്, വ്യത്യസ്ത ആകൃതിയിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ആൾക്കാരാണ് നമ്മുടെ ഫ്ലോയും അതുപോലെ തന്നെ സൈലോവും. ഇനി ഇവയെ എന്ത് വിളിക്കും, നമ്മൾ നേരത്തെ സിമ്പിൾ ടിഷ്യൂസ് പറഞ്ഞല്ലോ. ഒരേ ടൈപ്പ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ആൾക്കാരാണ് എന്ത്, സിമ്പിൾ ടിഷ്യൂസ് എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം സങ്കീർണ കലകളുണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട്. ഈ കോംപ്ലക്സ് ടിഷ്യൂസിന് ഉദാഹരണമാണ് സൈലോവും ഫ്ലോയും. എന്തുകൊണ്ടാണ് ഇവരെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്, വ്യത്യസ്ത ആകൃതിയിലും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. പല പല ആകൃതിയിലുള്ള കോശങ്ങളും എന്താണ്, അതുപോലെ തന്നെ വലിപ്പവും എന്താണ്, വലിപ്പവും ആർക്കുണ്ട്, ഈ പറയുന്ന ഇതിനകത്തുള്ള കോശങ്ങളിൽ ഉണ്ട്. ഇനി ഇലങ്ങളിൽ ഇവരുടെ ധർമ്മമാണ് പറയുന്നത്. സൈലത്തിന്റെ ധർമ്മം എന്താണ്, അതുപോലെ തന്നെ ഫ്ലോയം എന്താണ് ചെയ്യുന്നത് നോക്കിക്കേടാ. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. അതായത് നമ്മളെ വേരിൽ നിന്നും എന്താണ്, ജലമൊക്കെ എന്ത് ചെയ്യുന്നു, എവിടേക്ക് എത്തണം, ഇലകളിലേക്കും തണ്ടിലേക്കും ഒക്കെ എത്തണമല്ലേ. വേരിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലം എന്ത് ചെയ്യുന്നു, ഇലകളിലേക്കും തണ്ടിലേക്കും ഒക്കെ എത്തണം. ഓക്കെ, അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു കുഴലാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ സൈലം എന്ന് പറയുന്നത്. സൈലം എന്തിനാണ് സഹായിക്കുന്നത്, എന്താണ്, ഇലകളിലേക്കുള്ള ജലം മാത്രമല്ല, ഈ നമ്മള് സസ്യങ്ങൾ എന്താണ് വലിച്ചെടുക്കുന്ന നൈട്രജൻ അങ്ങനെയൊക്കെ പോലെ ലവണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ
ലവണങ്ങളും അതുപോലെ തന്നെ ജലവും ഒക്കെ കൃത്യമായിട്ട് എവിടേക്ക് എത്തുന്നു? നമ്മുടെ ആ ഒരു എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെ. ഇലകളിലേക്ക് ആ പറയുന്ന ജലവും ലവണങ്ങളും കൊണ്ട് എത്തിക്കുന്ന കുഴലിനെയാണ് നമ്മൾ സൈലം എന്ന് പറയുന്നത്. എന്നാൽ ഇലകൾ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിലൂടെ ഈ പറയുന്ന വെള്ളവും ഈ പറയുന്ന ലവണങ്ങളും ഒക്കെ യൂസ് ചെയ്ത് ആഹാരം നിർമ്മിക്കുന്നു. ഈ ആഹാരത്തെ എന്ത് ചെയ്യണം? ഈ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കണം അല്ലേ? അതിന് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? ഫ്ലോയം എന്ന് പറയുന്നത്. ഫ്ലോയം എന്തിനാണ് സഹായിക്കുന്നത്? സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആൾക്കാരാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത മെരിസ്റ്റമാറ്റിക് കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. നോക്കിക്കേ, മെരിസ്റ്റമാറ്റിക് കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമാറ്റിക് കലകൾ. മെരിസ്റ്റമാറ്റിക് കലകളുടെ പ്രത്യേകത എന്താണ്? നിരന്തരമായിട്ട് വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമാറ്റിക് കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം ആരാണ്? മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ പെട്ടെന്ന് വളർന്ന് വലുതാവും അല്ലേ? അതിന് സഹായിക്കുന്ന ആരാണ്? മെരിസ്റ്റമാറ്റിക് കലകളാണ്. കാരണം ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? പെട്ടെന്ന് കോശങ്ങൾ വിഭജിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ വലുതാവുന്നത് അല്ലേ? അതിന് സഹായിക്കുന്നത് മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. നോക്കിക്കേ, ഇനി വേരിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റൂട്ട്സിലും അതുപോലെ തന്നെ സ്റ്റെമ്മിലും അല്ലെ അതിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് എന്ത്? അഗ്രമെരിസ്റ്റം അല്ലെ? അഗ്രമെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. ഇനി വശങ്ങളിൽ കാണപ്പെടുന്ന എന്താണ്? പാർശ്വ മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. പിന്നെ ഏകബീജപത്ര സസ്യങ്ങൾ പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയും. നമ്മൾ എന്ത് പറയും? പാർവാന്തര മെരിസ്റ്റം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഇനി നോക്കിക്കേടാ, അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അഗ്രത്തിൽ വേരിന്റെ അഗ്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അഗ്രമെരിസ്റ്റം അതുപോലെ തന്നെ പാർശ്വ മെരിസ്റ്റം, പിന്നെ എന്താണ് ഇവിടെ നോക്കിയാലും നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന്റെ അഗ്രത്തിൽ നിന്ന് നോക്കിയാലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അല്ലേ? രണ്ട് ഭാഗത്തിലും ഇതായിട്ട് വരുന്നതാണ് പാർശ്വ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, പെർമനന്റ് ടിഷ്യൂ എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. എന്താണ് പെർമനന്റ് ടിഷ്യൂ? എന്താണ്? വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളെയാണ് നമ്മൾ സ്ഥിരകാല ടിഷ്യൂസ് എന്ന് പറയുന്നത്. അവയ്ക്ക് എന്തിനുള്ള കഴിവില്ല? വിഭജിക്കാനുള്ള കഴിവില്ല. വിഭജന ശേഷി അവയ്ക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? പെർമനന്റ് ടിഷ്യൂസിന് ഉദാഹരണം ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. നോക്കിക്കേ. ഓക്കെ, സസ്യങ്ങൾ അപ്പൊ എന്തുണ്ട്? രണ്ട് തരത്തിലുണ്ട്. എന്താണ്? മെരിസ്റ്റമാറ്റിക് കലകളും ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിര കലകളും ഉണ്ട്. ഈ മെരിസ്റ്റമിക കലകൾ എന്താണ്? അതെന്ന് പറഞ്ഞാൽ വിഭജിക്കാനല്ലേ? വിഭജനം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ സസ്യങ്ങളൊക്കെ വലുതാവുന്നതൊക്കെ എന്താണ്? ഈ വിഭജനം സംഭവിച്ച് അപ്പൊ അതിന് സഹായിക്കുന്ന കലകളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതിന് വരുന്നതാണ് എന്ത്? അഗ്രമെരിസ്റ്റം, അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം ഒക്കെ അതിൽ വരുന്നതാണ്. ഇനി നമുക്കറിയാം സ്ഥിര കലകളുണ്ട്. സ്ഥിര കലകൾക്ക് എന്താണ്? ആ ഒരു വിഭജന ശേഷി നഷ്ടപ്പെട്ട കലകളാണ് സ്ഥിര കലകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് എന്താണ്? മാറ്റമില്ല അല്ലെ? അപ്പൊ ആ സ്ഥിര കലകളെയാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ ടിഷ്യൂസും അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. അതിൽ സിമ്പിൾ ടിഷ്യൂസിൽ വരുന്നതാണ് എന്ത്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ആരൊക്കെയാണ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഇടയുണ്ട്. ഓക്കെ, പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പിന്നെ കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നതാണ് സൈലവും ഫ്ലോയും. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അതായത് എങ്ങനെയാണ് സസ്യകലകൾ എങ്ങനെയാണ് രണ്ട് തരത്തിലുണ്ട്. എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും അതുപോലെ തന്നെ എന്താണ്? പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്. അതിൽ മെരിസ്റ്റമാറ്റിക് കലകൾ എന്ന് പറഞ്ഞാൽ വിഭജിക്കുന്ന ആൾക്കാരാണ് അല്ലെ? വിഭജിക്കുന്ന കോശങ്ങൾ അടങ്ങിയ ടിഷ്യൂസ് ആണ്. ഇവിടെയാണ് അഗ്രോമെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം ഒക്കെ വരുന്നത്. ഇനി പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവയ്ക്ക് എന്താണ്? ആ ഒരു വിഭജന ശേഷി നഷ്ടപ്പെട്ടവയാണ്. ലളിതകലയും അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ഈ ഒരു സിമ്പിൾ ടിഷ്യൂസും അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസും അതിൽ വരുന്നുണ്ട്. അതിൽ സിമ്പിൾ ടിഷ്യൂസിലാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയൊക്കെ വരുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് എന്ത്? സൈലം, ഫ്ലോയം. എന്തുകൊണ്ടാണ് അവയെ നമ്മൾ ഈ ലളിതകലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈപ്പിലുള്ള കോശങ്ങളുടെ കൂട്ടമാണ് ലളിതകലകൾ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ജന്തുകോശമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്ലാന്റ് സെല്ലിൽ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്? ജന്തുകലകളും എന്താണ്? വിവിധ ഇനം ഈ പറയുന്ന കോശാംഗങ്ങളെയൊക്കെ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ കണ്ട എല്ലാ കോശാംഗങ്ങളെയും നമുക്ക് എവിടെ കാണാൻ പറ്റും? ജന്തുകോശങ്ങളിൽ കാണാൻ പറ്റും. ചില ആൾക്കാരെ കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോശഭിത്തിയൊന്നും നമുക്ക് എന്തിൽ കാണാൻ പറ്റില്ല? ജന്തുകോശങ്ങളിൽ കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജന്തുകോശത്തിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് അവിടെ കണ്ട കോശഭിത്തി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? സെൽ വാൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? പിന്നെ നിങ്ങൾക്ക് ആരെയൊക്കെ? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലെ?
നോക്കിക്കേ, സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ആരുണ്ട്, കോശദ്രവ്യമുണ്ട്. ഇതിനകത്ത് ആരുണ്ട്, കോശദ്രവ്യമുണ്ട്. പിന്നെ നമുക്ക് ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, നിയന്ത്രണ കേന്ദ്രം അല്ലെ, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ കുറെ കോശാംഗങ്ങളുണ്ട് അല്ലെ. ആരൊക്കെയാണുള്ളത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിങ്ങൾക്ക് കാണാം, ഗോൾഗി അപ്പാരറ്റസ് കാണാം, മൈറ്റോകോൺട്രിയ നിങ്ങൾക്ക് കാണാം. പിന്നെ ആരാണ്, എക്സ്ട്രാ 2 പേരെ കൂടെ കാണാം, അതാണ് ലൈസോസോമും അതുപോലെ തന്നെ സെൻട്രോസോമും അല്ലെ. കോശ വിഭജനത്തിന് സഹായിക്കുന്ന ആളാണ് ആര്, സെൻട്രിയോൾ എന്നൊക്കെ പറയുന്നത്. കോശ വിഭജനത്തിന് പിന്നീട് ക്രോമസോംസ് ഒക്കെ ആയി മാറുന്ന, നമ്മൾ നേരത്തെ പഠിച്ചെടുക്കുക, ക്രോമസോംസ് ഒക്കെ ആയി മാറുന്ന ആ ഒരു ഇതാണ് എന്ത്, ഈ പറഞ്ഞ സെൻട്രോസോം പോലെ അതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ലൈസോസോം ഉണ്ട്. ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് എന്നൊക്കെ പറയാം. അതായത് അന്യവസ്തുക്കൾ, പുറത്തുനിന്ന് ഏതെങ്കിലും വസ്തുക്കളൊക്കെ സെല്ലിനകത്തേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുന്ന ആളാണ് ലൈസോസോം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയാണ് ജന്തുകോശങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേടാ, ജസ്റ്റ് ഈ ടേബിളും കൂടെ നമുക്ക് നോക്കി നോക്കാം. കോശഭിത്തി സസ്യകോശത്തിൽ എന്താണ് കാണപ്പെടുന്നു, ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല. കോശഭിത്തി എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഒരു സംരക്ഷണം നൽകുന്നു അല്ലെ, ഒരു ആകൃതി നൽകുന്നു. ഇനി സെൻട്രിയോൾ അല്ലെങ്കിൽ സെൻട്രോസോം എന്താണ്, സസ്യകോശത്തിൽ കാണപ്പെടുന്നില്ല, ജന്തുകോശത്തിൽ കാണപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതാണ്. പിന്നീട് ക്രോമസോംസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ ചേഞ്ചസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. എന്താണ്, നമ്മുടെ ഒരു കോശ വിഭജനത്തിലൊക്കെ വരുന്ന ആളാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഇനി ജൈവകണങ്ങൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവകണങ്ങൾ എവിടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ, സസ്യകോശത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, ജന്തുകോശത്തിൽ അത് കാണപ്പെടുന്നില്ല. ജൈവകണങ്ങൾ നിങ്ങൾക്കറിയാം, ആഹാരം സംഭരിച്ചു വെക്കാനും ഫോട്ടോസിന്തസിസിനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇനി ലൈസോസോം ഉണ്ട്, എവിടെയാണ്, സസ്യകോശത്തിൽ കാണപ്പെടുന്നില്ല, ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. എന്തിനാണ് സഹായിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, അന്യവസ്തുക്കളൊക്കെ പുറത്തുനിന്ന് അകത്തേക്ക്, സെല്ലിനകത്തേക്ക് കയറുമ്പോൾ അവയെ നശിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്, ലൈസോസോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ജന്തുകലകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സസ്യകലകളെ പറ്റി പഠിച്ചല്ലോ. കോശങ്ങൾ, ഒരേ ടൈപ്പുള്ള കോശങ്ങളുടെ ഒരു കൂട്ടം കോശങ്ങളുടെ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരേ സമാനമായിട്ടുള്ള ആകൃതിയുള്ള ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ജന്തുകലകൾ എന്ന് പറയുന്നത്. കലകൾ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ഇനി ജന്തുകലകളെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേട്ട്, ആദ്യത്തത് ആവരണ കല. പേരിൽ തന്നെയുണ്ട് ആവരണ കല. ആവരണ കല എന്ന് പറയുമ്പോൾ എന്താണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുക, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ആവരണ കലകൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ത്വക്കൊക്കെ അതിനൊരു ഇതാണ് അല്ലെ. നോക്കിക്കേ, ശരീരത്തിന്റെ പ്രതലങ്ങളെയും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഓക്കെ. ഇനി എന്താണ്, വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനും ആര് സഹായിക്കുന്നുണ്ട്, ആവരണം. അപ്പൊ എന്തൊക്കെയാണ്, ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും എന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പിന്നെന്താണ്, വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനും ആര് സഹായിക്കുന്നു, ആവരണകല സഹായിക്കുന്നു. പിന്നെന്താണ്, ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളൊക്കെ ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈ പറയുന്ന ആവരണകല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി സംയോജക കല ഉണ്ട്. സംയോജക കല എന്താ ചെയ്യുന്നത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു, ഒരു താങ്ങ് നൽകുന്ന കലകളാണ് എന്ത്, സംയോജക കലകൾ എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ്, വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്താണ്, നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ആര് ബന്ധിപ്പിക്കുന്നു, സംയോജക കലകൾ ബന്ധിപ്പിക്കുന്നു. ഇനി സംയോജക കലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ അസ്ഥി, രക്തം, നാരുകല, തരുണാസ്ഥിയൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സംയോജക കലകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മളോട് ചോദ്യം ചോദിക്കാം, എന്താണ് ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്, രക്തമാണ്. അപ്പൊ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയ്ക്ക് ഉദാഹരണം എന്താണ്, രക്തമാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ. അടുത്ത് നോക്കാം, പേശി കലകളാണ്. പേശി കലകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ആൾക്കാരാണ് പേശിയല്ലേ. പേശികൾ നമ്മളെ ശരീര ചലനത്തിന് സഹായിക്കുന്നില്ലേ. അപ്പൊ പേശി കലകളുടെ പ്രധാന ധർമ്മം എന്ത് തന്നെയായിരിക്കും, ശരീര ചലനത്തിന് സഹായിക്കുന്നു. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് നമുക്ക് ശരീര ചലനം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് അല്ലെ. ഇനി നാഡീകലകളുണ്ട്. എന്താണ്, സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. നമുക്ക് സന്ദേശവിനിമയം സാധ്യമാക്കുന്നത് എന്താണ്, നാഡീകലകളാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ്, നാഡീകലകളാണ്. അതായത് ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഡീകലകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ നേരെ ഒരു പൊടി പറന്നു വന്നു, അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ചൂട് തട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കയ്യിൽ ഇപ്പം നമ്മൾ തീയൊക്കെ കൊള്ളുമ്പോൾ നമുക്ക് പൊള്ളുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ശബ്ദം ഉണ്ടാക്കുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിൻവലിക്കുമല്ലേ. അപ്പം ഇതൊക്കെ എന്താണ്, നാഡീകലകളുടെ അല്ലെ, ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ആര്, നാഡീകലകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വിത്ത് കോശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മാസ്റ്റർ കോശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ജന്തുകോശങ്ങളിലൊക്കെ ഇതിൽ കാണപ്പെടുന്നതാണ്. വിത്ത് കോശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിങ്ങൾക്ക് ഒരു വിത്ത് കോശം നിങ്ങൾ കാണുന്നു. എന്നിട്ട് എന്താണ്, ഇവിടെ കുറേ ആരോ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ, കുറേ ആരോസ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്.
നോക്കിക്കേ, ഈ വിത്തുകോശം തന്നെ എന്തുമായിട്ട് മാറുന്നു? നാഡീകോശമായിട്ട് മാറുന്നു. ഇതേ വിത്തുകോശം തന്നെ രക്തകോശമായി മാറുന്നു. വിത്തുകോശം ആവരണകോശമായിട്ട് മാറുന്നു. പിന്നെന്താണ്? വിത്തുകോശം പേശീകോശമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് ഒരു കോശത്തിന് ഇത്രയും കോശങ്ങളായിട്ട് മാറാനുള്ള കഴിവുണ്ടോ? ഈ പറയുന്ന എല്ലാ കോശങ്ങളായിട്ട് മാറാനായിട്ട് ഈ ഒരു കോശത്തിന് പറ്റുമോ? അവിടെയാണ് എന്ത് വരുന്നത്? സ്റ്റെം സെൽസ് അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണോ ആവശ്യകത, ശരീരത്തിൽ ഏത് കോശങ്ങളാണോ ആവശ്യകത, ആ കോശങ്ങളായിട്ട് ആര് മാറും? വിത്തുകോശങ്ങൾ മാറും. നോക്കിക്കേടാ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് നമ്മൾ വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. എന്താണോ ആവശ്യകത അതിനനുസരിച്ച് ഇപ്പൊ നാഡീകോശങ്ങളായി മാറണോ, അല്ലെങ്കിൽ പേശീകോശങ്ങളാണോ ആവശ്യം, രക്തകോശങ്ങളാണോ ആവശ്യം, ആ കോശങ്ങളായിട്ട് മാറുന്ന കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാൽ ഇവയെ നമ്മൾ എന്ത് വരുന്നു? ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ഇനി എന്താണ്? ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. അതെന്താണ്? ഇപ്പൊ നമ്മുടെ ശരീരത്തില് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെ, എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ മുറിവൊക്കെ ഉണങ്ങി ഇപ്പം നമ്മുടെ ആ ഒരു നമ്മുടെ തൊലി എന്ത് ചെയ്യും? പഴയതുപോലെ ആവും, അല്ലെ. ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പഴയപടി നമ്മുടെ സ്കിൻ ആവും, അല്ലേ. അത് എന്തുകൊണ്ടാണ്? അവിടെ എന്ത് ചെയ്യുന്നു? ആ പഴയ വേണ്ടാത്ത കോശങ്ങളൊക്കെ മാറിയിട്ട്, അല്ലെ, ജീർണിച്ച കോശങ്ങളൊക്കെ പോയിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നതാണ് നമ്മുടെ സ്കിന്ന് പഴയതുപോലെ ആവുന്നത്. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന ആളാണ് ആര്? വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കി, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പൊ ഞാനീ പറഞ്ഞ ഈ കയ്യിലൊക്കെ മുറിവുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവുമ്പോൾ അത് ഉണങ്ങി എന്ത് ചെയ്യുന്നു? സ്കിന്ന് പഴയപടി ആവുന്നു. അതിനെ സഹായിക്കുന്നതൊക്കെ വിത്തുകോശങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചില അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്തില്ല, ഇതിനുള്ളൊരു കഴിവുണ്ടാവില്ല. അവരുടെ ശരീരത്തിന് ബേസിക്കലി ഇങ്ങനെ ഈ ഒരു മാറ്റം നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ഇത് ചിലപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അത് ചെയ്യേണ്ടതായിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലബോറട്ടറീസിലൊക്കെ ഈ വിത്തുകോശങ്ങളെ വെച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പ്രധാനമായിട്ടും കോശങ്ങളെ പറ്റി പഠിച്ചു. അതിനകത്ത് നമ്മൾ കോശം കണ്ടെത്തിയ റോബർട്ട് ഹുക്കിനെ പറ്റി പഠിച്ചു. ജീവകോശം കണ്ടെത്തിയ ആന്റൺ ലീവൻ ഹോക്കിനെ പറ്റി പഠിച്ചു. പിന്നെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയായിട്ടുള്ള റോബർട്ട് ബ്രൗണിനെ പറ്റി നമ്മൾ പഠിച്ചു. കൺഫ്യൂഷൻ വരല്, റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയ ആളാണ്, റോബർട്ട് ബ്രൗൺ ആണ് മർമ്മം, അല്ലെ, ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ്. പിന്നെ നമ്മൾ ലീവൻ ഹോക്കിനെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ ആരൊക്കെയാണ്? സ്ലീഡനും ഷ്വാനും, അല്ലെ, ഇവർ രണ്ടുപേരെ പറ്റി പഠിച്ചു. റുഡോൾഫ് വിർഷോയെ പറ്റി പഠിച്ചു, അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കോശ സിദ്ധാന്തത്തെ പറ്റി പഠിച്ചു, അല്ലെ. കോശ സിദ്ധാന്തം നോക്കി. പിന്നെ നമ്മൾ ജന്തുകോശം, അതുപോലെ തന്നെ സസ്യകോശം, പിന്നെ സസ്യകലകളെ പറ്റി പഠിച്ചു. ഓരോ കോശാംഗങ്ങളെ പറ്റിയും നമ്മൾ പഠിച്ചു. ജന്തുകലകളെ പറ്റിയും ജന്തുകോശങ്ങളെ പറ്റിയും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ്? നമ്മൾ കോളം കൈമ, സ്ക്ലീറൻ കൈമ, പാരൻ കൈമയൊക്കെ നോക്കി. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അല്ലെ, സൈലം, ഫ്ലോയം ഒക്കെ നമ്മൾ നോക്കി. ജന്തുകലകൾ വരുമ്പോൾ നമ്മൾ ലൈസോസോം, സെൻട്രോസോമിനെ പറ്റിയിട്ടൊക്കെ നോക്കി. പിന്നെ ആവരണ കലകളെ പറ്റിയിട്ടും, അല്ലെ, പേശി കലകളെ പറ്റിയിട്ടും നാഡീകലകളെ പറ്റിയിട്ടും ഒക്കെ നോക്കി. അവസാനം വിത്തുകോശങ്ങൾ വരെ നമ്മൾ നോക്കി. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ്. ഈ വിത്തുകോശങ്ങളെ പറ്റിയിട്ടൊക്കെ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള മേഖലകളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കേടാ, കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖ ഏത്? സൈക്കോളജി, കോശവിജ്ഞാനം, ഹിസ്റ്റോളജി, പാത്തോളജി. ഏതാണെടാ? കോശവിജ്ഞാനമാണ്, അല്ലെ, സെൽ ബയോളജി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 1965 കോർക്ക് കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോർക്കിലുള്ള ഒരു കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ബ്രൗൺ ആണോ? റോബർട്ട് ഹുക്ക് ആണോ? ലീവൻ ഹോക്ക് ആണോ? റുഡോൾഫ് വിർഷോ ആണോ? ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ്, അല്ലെ, ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ്. പിന്നെ ലീവൻ ഹോക്ക് എന്ന് പറയുന്നത് ജീവകോശം, അല്ലെ, ജീവകോശം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് ലീവൻ ഹോക്ക് എന്ന് പറയുന്നത്. അതേസമയം റുഡോൾഫ് വിർഷോ ആണ് പുതിയ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഇപ്പൊ കൂടെ ഞാൻ പറഞ്ഞതാണ്. ആരാണ്? ആന്റൺ വാൻ ലീവൻ ഹോക്ക്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവൻ, അല്ലെ, ജീവനുള്ള, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലീവൻ ഹോക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമെന്ന് കണ്ടെത്തിയത് ആരാണ്? സ്ലീഡൻ ആണ്, അല്ലെ, MJ സ്ലീഡൻ ആണ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം.
കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ്? റോബർട്ട് ഹുക്ക്, ലീവൻ ഹോക്ക്, എം.ജെ. സ്ലീഡൻ, അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ, വാട്സൺ ക്രിക്ക്, റൊഡോൾഫ് വെർഷോ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗൺ. ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. ചോദിച്ചിരിക്കുന്നത് ആവിഷ്കരിച്ച ആൾക്കാരാണ്. ആവിഷ്കരിച്ചത് ആരൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. എം.ജെ. സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. എന്നാൽ അത് പരിഷ്കരിച്ച വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ. അല്ലെ, ഒരു പോയിന്റ് ആഡ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് ആഡ് ചെയ്ത് അതിനെ പരിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഒരു ഡൗട്ടും വേണ്ട അല്ലേ? അടുത്ത ചോദ്യം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ്? റോബർട്ട് ഹുക്ക്, ലീവൻ ഹോക്ക്, ഏണസ്റ്റ് ടെറസ്, മാസ്ക്, നോൾ, സ്ലീഡൻ, ഷ്വാൻ, റുഡോൾഫ് വിർഷോ, നോൾ. ഇത്രയും ആൾക്കാരാണ് ഓപ്ഷൻസിലുള്ളത്. ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത്? മൈറ്റോകോൺട്രിയ, മർമ്മം, ഗോൾഗി കോംപ്ലക്സ്, റൈബോസം. നമ്മൾ നേരത്തെ ഊർജ്ജ നിലയം എന്നൊരു PYQ കണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിയന്ത്രണ കേന്ദ്രമാണ്. നിയന്ത്രണ കേന്ദ്രം ആരാണ്? മർമ്മമാണ് അല്ലേ? ന്യൂക്ലിയസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എൻസൈമുകളും ഹോർമോണുകളും ചെറിയ സഞ്ചികളിലാക്കി, സ്ഥലസഞ്ചികളിലാക്കി ശേഖരിച്ച് വെക്കുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, റൈബോസും, വാക്യൂളൊക്കെ ഉണ്ട്. ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, അതെന്താണ്? ഹരിതകമാണ് അല്ലേ? ഹരിതം അല്ലെങ്കിൽ ക്ലോറോഫില്ലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന പ്ലാസ്റ്റിഡുകൾ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ, മർമ്മകം. ഏതാണ്? വർണ്ണകണങ്ങളാണല്ലേ? പേരിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു നിറം നൽകുന്നത് എപ്പോഴും അങ്ങനെ ആലോചിച്ച് പഠിക്കുക. വർണ്ണകണങ്ങൾ അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും മറ്റൊരു SCRT സീരീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.